ഹായ്, നമുക്കിന്ന് പച്ചക്കായ കൊണ്ട് ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. കുറേ പേര് എന്നോട് വെജിറ്റബിൾ റെസിപ്പി അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി. അപ്പോൾ നമുക്ക് ചോറ് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് വേഗം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 പച്ചക്കായ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ടെടുക്കാം. ഞാനിപ്പം അവിയലിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കായയാണ് എടുത്തിരിക്കുന്നത്. ഏത് തരത്തിലുള്ള പച്ചക്കായ വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പം ഞാൻ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുക്കുമ്പോൾ നല്ല നൈസും ആയി പോകരുത്, കട്ടി കൂടുതലായി പോകാനും പാടില്ല. ഞാൻ അരിയുന്ന വലിപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം. അപ്പം ഇതുപോലെ എല്ലാം അരിഞ്ഞെടുക്കണം. അരിഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണിത്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കുക. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കായ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ പകുതി വേവാവുന്ന വരെ വേവിച്ചെടുക്കണം. കൂടുതൽ വെന്ത് പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഈ വെള്ളം തിളച്ച് വരുമ്പോഴേക്കൊന്ന് നോക്കുക വെന്തോന്ന്. പകുതി ഇപ്പം നമ്മൾ വേവിച്ചെടുത്തിട്ട് ബാക്കി നമ്മൾ വറുത്തെടുക്കുമ്പോൾ വെന്തോളും. അപ്പം ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇനി ഇത് നമുക്ക് തണുത്തതിന് ശേഷം വേണമെങ്കിൽ വറുത്തെടുക്കാം, അല്ലെങ്കിൽ ചൂടോടെ തന്നെ പൊടികൾ ചേർത്തിട്ട് വറുത്തെടുത്താലും മതി. ഇപ്പോൾ ഊണിന് സമയമായിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1-2 നുള്ള് ഗരം മസാലപ്പൊടി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചൂടാണ്, അപ്പോൾ കൈകൊണ്ട് പതുക്കെ മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ തണുത്തതിന് ശേഷം മിക്സ് ചെയ്താലും മതി. സ്പൂണൊന്നും ഇട്ട് മിക്സ് ചെയ്യരുത്, എന്നാൽ കായ ഉടഞ്ഞു പോവും. ഇപ്പം ഞാൻ ഇതിൽ ഉപ്പൊന്നും ചേർക്കണില്ല. നേരത്തെ ഉപ്പിട്ടത് കറക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പം നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ എണ്ണയുടെ അളവൊന്നും പറയണില്ല, കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ. നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്, ഡീപ്പ് ഫ്രൈ അല്ല. ഇപ്പം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക. 1/2 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കുക. പിന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ എല്ലാ ഭാഗത്തോട്ടും ആവാൻ വേണ്ടിയിട്ട് ഒന്ന് കറക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന കായ വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ഓരോന്നായിട്ട് വറക്കി വെക്കുക. എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് ഇളക്കി നമുക്ക് വറുത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ വെച്ചാൽ എല്ലാ ഭാഗവും നല്ലപോലെ മൊരിഞ്ഞ് കിട്ടും. ഇനി തീ മീഡിയത്തിലോട്ട് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് മതിയാവും ഇതൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. 5 മിനിറ്റ് കഴിയുമ്പോൾ നോക്കുക ബ്രൗൺ നിറം ആയോ എന്ന്. എങ്കിൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് താഴ്ഭാഗം മൊരിഞ്ഞിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ താഴ്ഭാഗവും വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് വറുത്തെടുക്കാം. എണ്ണ കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കായ വറുത്തത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇതും ചോറും തൈരും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.